യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നിന്ന ശ്വാസം കൊണ്ട് നിലനിൽക്കുന്നവനാണ് മനുഷ്യൻ. ഒരു ചെറിയ ഇംഗ്ലീഷിലുള്ളതായ ഒരു പദ്യത്തിൻ്റെ ഒരു 2 വരി പാടി കേട്ടിട്ടുണ്ട്. ഇപ്രകാരമാണത്: യു ഓൺലി ലീവ് വൺസ്, ബട്ട് ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്, വൺ ഈസ് സഫിഷ്യൻറ്റ്. യു only live once. If you do it right, one is sufficient. മനുഷ്യൻ ഒരു പ്രാവശ്യം മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. 70-80 വർഷം നീളമുള്ള ഒരായുസ് മാത്രമേ മനുഷ്യനുള്ളൂ. പക്ഷേ ആ ഒരു പ്രാവശ്യത്തെ ജീവിതം ശരിയായിട്ട് ജീവിച്ചാൽ അത് മതി. മനുഷ്യന് ദൈവരാജ്യം പ്രാപിക്കാനും സമാധാന ജീവിതം നയിക്കുവാനും ദൈവത്തോടും മനുഷ്യരോടും ഇണങ്ങി സ്നേഹത്തോടെ ജീവിക്കാനും ആ ഒരു ജീവിതം മതിയെന്നാണ് ആ ചെറിയ വരികളുടെ അർത്ഥം. 1965 കാലഘട്ടത്തിൽ അമേരിക്ക റഷ്യ കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായ നോവലുകളാണ് ജെയിംസ് ബോണ്ട് നോവലുകൾ. അതിൽ ഒരു നോവലിൻ്റെ പേരാണ് യു ഓൺലി ലീവ് ട്വൈസ്. യു ഓൺലി ലീവ് ട്വൈസ്. 2 പ്രാവശ്യമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം ജനന ദിവസവും മരണ ദിവസവും മാത്രമേ മനുഷ്യൻ സുബോധമുള്ളവനുള്ളൂ എന്നാണ് അർത്ഥം. നോവൽ എഴുതിയ ആളുടെ സങ്കല്പമാണ്. ജനന ദിവസവും മരണ ദിവസവും മാത്രമേ മനുഷ്യൻ സുബോധമുള്ളവനുള്ളൂ എന്ന് പറഞ്ഞാൽ ആ നോവലിൻ്റെ അർത്ഥമാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ 2 യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതായ ജീവിത കാലഘട്ടം മുഴുവൻ മനുഷ്യൻ വേറെ പല സ്വാധീനങ്ങളിലുമാണ് ജീവിക്കുന്നത്. ജനന ദിവസം മരണ ദിവസം അത് 2 യാഥാർത്ഥ്യമാണ്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യൻ പല സ്വാധീനങ്ങളിൽപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, യൗവന ആരംഭത്തിലേക്ക് തന്നെ വരുമ്പോൾ മനുഷ്യനെ പല സ്വാധീനങ്ങൾ വരാൻ തുടങ്ങുന്നു. സെക്സിൻ്റെ സ്വാധീനം. സെക്സ് നല്ലതാണെങ്കിലും അത് ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ളതായ ഒരു പവിത്രതയോടുകൂടെയാണെങ്കിലേ അതിനൊരു ശരിയായ രീതിയിൽ ദൈവം സന്തോഷിക്കുന്ന രീതിയിൽ അത് ഉപകാരപ്രദമാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് തിന്മയിലേക്കേ നയിക്കുകയുള്ളൂ. പണം നല്ലതാണ്, പക്ഷേ ധനവാനാകണമെന്നുള്ളതായ ഒരു മോഹം വന്നാൽ ആ മനുഷ്യൻ ദുർവൃത്തനും ദുർമാർഗക്കാരനും ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധിയുമുള്ളതായ ഒരു മനുഷ്യനാകുകയേ ഉള്ളൂ. ഏത് കാര്യങ്ങളും ഇതുപോലെ തന്നെ മനുഷ്യൻ സ്വാധീനങ്ങളിൽ പെട്ടുപോകുന്നു. ശരിയായി ജീവിക്കാനുള്ള സ്വാധീനമല്ല, തെറ്റിലേക്കുള്ള സ്വാധീനമാണ് മനുഷ്യന് പലപ്പോഴും ലഭിക്കുക. അധമമായ ജീവിതം, മാലിന്യമേറിയ ജീവിതം, കഠിനമായ പ്രവൃത്തികൾ, ക്രൂരമായ വിനോദങ്ങൾ, വൈരാഗ്യ ചിന്തകൾ, കൊലപാതക വാസനകൾ, ഇതെല്ലാം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. യു ലീവ് ഓൺലി ട്വൈസ് എന്ന് വെച്ചാൽ ജനന ദിവസവും മരണ ദിവസവും മാത്രമേ മനുഷ്യന് അവനവൻ്റേതായ ഒരു ചിന്തയിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന്. അതുപോലും നോവലുകാരൻ്റെ സങ്കല്പം മാത്രമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യൻ സ്വതവേ ഒരു ഉന്മാദാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഉന്മാദാവസ്ഥയിൽ. കാരണം പാപത്തിൻ്റെ സ്വാധീനം മനുഷ്യന് സംഭവിക്കുമ്പോൾ കല്ല് താഴോട്ട് ഉരുണ്ട് വരുന്നത് പോലെയാണ് മനുഷ്യൻ്റെ സ്വഭാവം താണു പോകുന്നതെന്ന് പറയും. മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് വരുന്നതായ കല്ല് അതിൻ്റെ സ്പീഡ് വർദ്ധിച്ച് വന്ന് അത് നല്ല സ്പീഡിലേ താഴത്തേക്ക് വരികയുള്ളൂ. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വരുന്ന കല്ല് താഴോട്ട് വരുമ്പോൾ അത് നല്ല ശക്തിയോടുകൂടെ താഴോട്ട് വരികയുള്ളൂ. അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വാധീനത്തിലോ ഉന്മാദത്തിലോ പെട്ട് മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നത്. കൂടുതൽ സിൻ, മോർ സിൻ, തെറ്റായത് കൂടുതൽ, തെറ്റായ കൂട്ടുകാർ, തെറ്റായ സ്വാധീനങ്ങൾ, തെറ്റായ പ്രവൃത്തികൾ, ഇതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരികയുള്ളൂ. ശരിയായിട്ടൊന്ന് ചിന്തിക്കുവാനോ ഒന്ന് വഴിമാറി ചിന്തിക്കുവാനോ മനുഷ്യന് പലപ്പോഴും സാധിക്കാറില്ല,
കാരണം മനുഷ്യനെ പിശാച് വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മോശ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, അഥവാ എന്നെ പഠിപ്പിക്കണമേ. ദ ബ്രിവിറ്റി ഓഫ് ലൈഫ്. ജീവിതം കുറച്ചു കാലത്തേക്കേ മാത്രമേ ഉള്ളൂ, ഏതാനും നാളുകളേ ഉള്ളൂ. അതെന്തിനാണ് സഹായിക്കുന്നത്? ഗീവ് അസ് എൻതൂസിയാസം ടു ഡെഡിക്കേറ്റ് ലൈഫ്. ജീവിതം കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് പലപ്പോഴും മനുഷ്യൻ പരമാവധി ജീവിതം ആസ്വദിക്കുക, പരമാവധി തിന്മ ആസ്വദിക്കുക, പരമാവധി തെറ്റ് ആസ്വദിക്കുക. ഇതാണ് ഇന്ന് നാം കണ്ടുവരുന്നതായ പ്രവണത. കുറച്ചു കാലത്തേക്കല്ലേ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത് ഏത് തിന്മയും ഏത് അധർമ്മവും പരമാവധി ആസ്വദിക്കുക. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ദൈർഘ്യം കുറവാണെന്നുള്ളത് കൊണ്ട് എന്തിനാണ് നമ്മളെ സഹായിക്കേണ്ടത്? നമ്മുടെ ജീവിതം എത്രയും വേഗം ഒരു സമർപ്പണത്തിലേക്കാണ് അത് നമ്മളെ നടത്തേണ്ടത്. അല്പകാലം ജീവിക്കുന്നുള്ളൂ, ആ അത്രയും കാലം ഒരു ദൈവത്തെ ഭയപ്പെട്ട് ഒരു ഭക്തനായി ജീവിക്കുക, വിശുദ്ധനായി ജീവിക്കുക, സമർപ്പണം പാലിച്ച് ജീവിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്കെടുക്കാം. അതിൻ്റെ 14-ാം അധ്യായം എടുക്കാം. 1-ാം വാക്യവും 5-ാം വാക്യവും നമുക്ക് വായിക്കാം. എന്താണ് ഭക്തനായ ഇയ്യോബ് എന്ത് പറയുന്നു? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പറയുകയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പകാലമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ. അവൻ്റെ കാലഘട്ടത്തിന് മാസങ്ങളുടെ കണക്കേ ഉള്ളൂവെന്ന്, മാസങ്ങളുടെ കണക്കേ ഉള്ളൂവെന്ന്. മനുഷ്യൻ്റെ ആയുസ് മാസങ്ങളുടെ കണക്കിൽ എണ്ണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത്രയും കാലമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ. അതാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്? മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപദേശിച്ച്, തൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുന്ന കാലഘട്ടമാണോ ജീവിതം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ സങ്കല്പം അതാണ്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്ന കാലഘട്ടമാണ് മനുഷ്യൻ പലപ്പോഴും ജീവിതകാലം എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്? മനുഷ്യൻ തൻ്റെ കഴിവ് ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് കഴിച്ചു കൂട്ടുന്ന കാലമാണോ മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്? അല്ല. മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. മനുഷ്യന് തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഈ ഭൂമിയിൽ പല തിന്മകൾ ചെയ്യാം, പല നന്മകളും ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അവൻ്റെ ബുദ്ധിയും കഴിവും സാമർഥ്യവും സ്വാധീനവും ഉപയോഗിച്ച് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ച് അവന് ബോധിച്ചതുപോലെ നടക്കുന്ന കാലഘട്ടത്തിനല്ല ജീവിതം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ജീവിതം എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഇംഗ്ലീഷിൽ പറയും, ഐ വിൽ ഗീവ് ഹിം 120 days ടു മെൻഡ് ഹിസ് വേസ്. ജീവനുള്ള ദൈവം പറയുകയാണ്, 120 years ഐ വിൽ ഗീവ് ഹിം 120 years. 120 വർഷക്കാലം പരമാവധി ഞാൻ അവന് കൊടുക്കും. അവന് 120, അവൻ്റെ ആയുസ് 120 കൊല്ലം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ദൈവം അവന് കൊടുക്കുന്നൊരു കാലഘട്ടമാണത്. എന്തിനു വേണ്ടിയിട്ട്? ടു മെൻഡ് ഹിസ് വേസ്. അവൻ്റെ വഴി നന്നാക്കാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ നന്നാക്കാൻ, ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ, ജീവിതത്തിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, ജീവിതത്തിൽ അകന്നു മാറേണ്ട പാപത്തെ വിട്ട് അകന്നു മാറാൻ, തെറ്റായതിൽ നിന്നെല്ലാം മാറി ശരിയായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം മനുഷ്യന് കൊടുക്കുന്നതായ ഒരു കാലഘട്ടമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഐ വിൽ ഗീവ് ഹിം 120 days. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഒരു കാലഘട്ടം മാത്രമേ ഞാൻ മനുഷ്യന് കൊടുക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും, രാജാവായാലും കൊള്ളാം, അവൻ ഭിക്ഷക്കാരനായാലും കൊള്ളാം,
അവൻ പുരോഹിതനായാലും കൊള്ളാം, അവൻ അൽമായക്കാരനായാലും കൊള്ളാം, അവൻ ശാസ്ത്രജ്ഞനായാലും കൊള്ളാം, അവൻ ഒരു കഴിവില്ലാത്ത മനുഷ്യനായാലും കൊള്ളാം, ആണായാലും ശരി പെണ്ണായാലും ശരി, ദൈവം മനുഷ്യന് കൊടുക്കുന്നതായ ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, മനുഷ്യൻ്റെ കഴിവുപയോഗിച്ച്, അവൻ്റെ മോഹപ്രകാരവും ആഗ്രഹപ്രകാരവും വെട്ടിപ്പിടിക്കാനും പകരം വീട്ടാനും പ്രതികാരം ചെയ്യാനും ആസ്വദിക്കാനും തുള്ളിച്ചാടാനും എല്ലാം വേണ്ടി കൊടുക്കുന്നതല്ല. മനുഷ്യന് ഒരു ആയുസ്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അവൻ്റെ അടുത്ത ജീവിതത്തിന് വേണ്ടി, മരണം കഴിഞ്ഞുള്ളതായ ജീവിതത്തിന് വേണ്ടി, ആ ജീവിതം ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി ജീവനുള്ള ദൈവം നമുക്ക് തരുന്നതായ ഓപ്പർച്യൂണിറ്റി, അവസരത്തിൻ്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു, വീട് പണിയുന്നു, നല്ലതാണ്, കെട്ടിടങ്ങൾ പണിയുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു, കൃഷി ചെയ്യുന്നു, എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ ഈ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ബുദ്ധി മാത്രം ഉപയോഗിച്ച് ബുദ്ധിയുടെ കഴിവുകൊണ്ട് മാത്രം ജീവിക്കേണ്ടതല്ല. ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത ജീവിതത്തിലേക്ക്, മരണം കഴിഞ്ഞുള്ള ജീവിതത്തിന് വേണ്ടിയുള്ളതായ ഒരു ഒരുക്കത്തിൻ്റെ കാലമാണത്. ആ ദൈവം തരുന്നതായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു? വരുവാനുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങിയാണോ നാം ജീവിക്കുന്നത്? അത് ലക്ഷ്യമാക്കിയാണോ ജീവിക്കുന്നത്? ആ ജീവിതം, നമ്മുടെ ജീവിത കാലഘട്ടം കുറച്ചു കാലം മാത്രം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ആ കാലഘട്ടം നാം എപ്രകാരം ചെലവഴിക്കുന്നു? ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ഈ വേദപുസ്തകത്തിന് മറ്റൊരു വിശേഷണം പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആത്മാക്കൾക്കുള്ള സമീകൃത ആഹാരമാണ് വേദപുസ്തകമെന്ന്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആത്മാവിൻ്റെ ആഹാരമാണ് വിശുദ്ധ വേദപുസ്തകമെന്ന്. ഈ ദൈവത്തിൻ്റെ വചനമാണ് ഒരു ഭക്തന്മാരുടെ ആഹാരമെന്ന് പറയുന്നത്. ഇതിലെ വചനമാണ്, ഇതിലെ കൽപ്പനകളാണ്, ഇതിലെ ഉപദേശങ്ങളാണ്, ഇതിലെ നിർദ്ദേശങ്ങളാണ്, ഇതിലെ പ്രത്യാശകളാണ്, ഇതിലെ വാഗ്ദത്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദൈവമക്കൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായ ധൈര്യവും ആവേശവും തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കണമെന്നുള്ളതായ ഒരു ദാഹം നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു ദാഹം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം? ആ ചിന്ത ഹൃദയത്തിലുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം ലഭിക്കും. ആ ചിന്ത നിങ്ങളെ നയിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഒരുക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഈ ചിന്തയുള്ള, ഈ സുബോധമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇതെല്ലാമാണ് മനുഷ്യൻ്റെ സുബോധ ചിന്തകളെന്ന് പറയുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തെ സുബോധ ചിന്തകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എല്ലാം നേടിയാലും, ഈ ഭൂമിയിൽ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം? കർത്താവായ യേശു എനിക്ക് ഭവനമൊരുക്കാൻ പോയിരിക്കുന്നു, അവൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോടുകൂടെ ആയിത്തീരുന്നതായ ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒരു സമാധാനമുള്ള ജീവിതം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അതോ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ശ്വാസം കൊണ്ട് നിലനിൽക്കുന്നതാണ് മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഒരു ശ്വാസം, അതാണ് മനുഷ്യൻ, അതാണ് നാം ഓരോരുത്തരും. ദൈവം മൂക്കിലേക്ക് ഊതിയ ഒരു ശ്വാസം, അന്ന് മുതൽ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. ഇതാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജന്മമെന്ന് പറയുന്നത് അവിടെയാണ്. മൂക്കിലേക്ക് ദൈവമെന്ന് ഒരു ശ്വാസം ഊതിത്തരുന്നു. അന്ന് മുതൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുകയാണ്. അദാമിൻ്റെ മൂക്കിലേക്ക് ദൈവം ഒന്ന് ഊതി.
അന്നു മുതൽ ആദാം ജീവിക്കാൻ തുടങ്ങി. അവൻ ജീവിക്കുന്ന ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു ശരീരവും ദൈവം അവന് കൊടുത്തു. എന്നാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? 1 Corinthians 15:45 മുതൽ ഈ മണ്ണായ മനുഷ്യൻ്റെ അടുത്ത അവസ്ഥ എന്താണ്? ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല, പ്രകൃതമത്രേ ഒന്നാമത്തേത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ഒന്നാമത്തെ ആദാം, അവനൊരു ശരീരം ദൈവം കൊടുത്തു. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ശരീരത്തോടുകൂടെ നാം ഈ ഭൂമിയിൽ കുറേ കാലം ജീവിച്ച് ഇല്ലാതായി പോവുകയല്ല. ഒടുക്കത്തെ ആദാം. ആരാണ് ഒടുക്കത്തെ ആദാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പുനരുത്ഥാനത്തിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ വാഗ്ദത്തപ്രകാരം തരുന്നത്. പുനരുത്ഥാനത്തിൻ്റെ ജീവനാണ്, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. പുനരുത്ഥാനം ചെയ്ത യേശുവിന് ജീവനുള്ള ദൈവം ഒരു പുനരുത്ഥാന ശരീരം കൊടുത്തു. ദൈവമക്കളെ, നമുക്കും മരണം കഴിയുമ്പോൾ ജീവനുള്ള ദൈവം ഒരു പുനരുത്ഥാന ശരീരം തരും. ആ പുതിയ ശരീരത്തോടുകൂടെ നാം പുതിയ വാനഭൂമിയിൽ ജീവിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു ഭാവിയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ കഷ്ടമുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ ദുഃഖമുണ്ട്, ഇവിടെ ദാരിദ്ര്യമുണ്ട്, ഇവിടെ വേർപാടുണ്ട്, ഇവിടെ പരിഹാസമുണ്ട്, ഇവിടെ നിന്ദയുണ്ട്. ഈ ആദാമിൻ്റെ ശരീരത്തോടുകൂടെ നാം ജീവിക്കുമ്പോൾ ഇതെല്ലാം നാം അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആ ജീവനാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിലേക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. അവൻ്റെ മരണം കഴിയുമ്പോൾ ഒരു പുതിയ ശരീരത്തോടുകൂടെ നാം പുതിയ വാനഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയത്. ആദാമിൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിയത് ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവായ യേശുവിൻ്റെ ജീവൻ, പുനരുത്ഥാനത്തിൻ്റെ ജീവൻ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ദൈവം തരികയാണ് ചെയ്യുന്നത്. ആ ജീവൻ നമുക്ക് പുതിയ ശരീരം തരുന്നു. നാം പുതിയ ലോകത്ത് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായൊരു ഭാവിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവീൻ. ഈ ലോകം കഴിയും പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നതെല്ലാം മാറും. ഈ രോഗമുള്ള ശരീരം, ഈ ഊനമുള്ള ശരീരം, ഈ അംഗഭംഗമുള്ള ശരീരം, ഇതിനെല്ലാം പകരം ഒരു പുതിയ ശരീരത്തോടുകൂടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരത്തോടുകൂടെ നാം പുതിയ വാനഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഒരിക്കൽ ഊതിയിട്ടുണ്ട്. ജീവശ്വാസം ഊതിയിട്ടുണ്ട്. ആ ദൈവം തന്ന ജീവൻ നാം നഷ്ടപ്പെടുത്തരുത്. ആ ദൈവം തന്ന ജീവൻ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് തരുന്നതിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഈ ഭൂമിയിൽ അവസരം നിർത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമായൊരു ജീവിതമാണ്. കളഞ്ഞു കുളിക്കല്ലേ പ്രിയപ്പെട്ടവരെ. വീണ്ടും ജീവനുള്ള ദൈവം മനുഷ്യനിലെ ജീവശ്വാസം ഊതിയെ നമുക്ക് വായിക്കാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം എടുക്കാം. യെഹെസ്കേൽ 37-ാം അധ്യായത്തിൻ്റെ 7, 9, 12 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രവാചകൻ മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം, മനുഷ്യരെ ഉപയോഗിച്ച് ദൈവം വചനം പ്രസംഗിച്ചു. വചനം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വാങ്ങിക്കൊടുത്തു. 9-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാമാണ് ശവക്കുഴി? ജീവനുള്ള ദൈവം തൻ്റെ കാറ്റയച്ച്, ശ്വാസമയച്ച് മനുഷ്യനെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന കാലത്തുള്ള ശവക്കുഴി ഏതാണ്? മരണം കഴിഞ്ഞ് അടക്കുന്ന ശവക്കുഴിയല്ല. ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്കില്ലേ?
ഒരു അവിശ്വസ്തതയുള്ള ഹൃദയം നിങ്ങൾക്കില്ലേ? ഒരു വഞ്ചനയുള്ള ഹൃദയമില്ലേ? ഒരു കാപട്യമുള്ള ഹൃദയമില്ലേ? ഒരു ചതിക്കുന്ന ഹൃദയമില്ലേ? ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് വെറുപ്പുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നില്ലേ? കൂടെയുള്ളവരെ കൗശല വാക്ക് പറയുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നില്ലേ? ഒരു ദുഷ്ടഹൃദയം, അതൊരു ശവക്കുഴി തന്നെയാണ്. അവിടെ കിടക്കുന്ന മനുഷ്യന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല. മനുഷ്യൻ വീണ് കിടക്കുന്ന കുഴിയാണതെല്ലാം. ശവക്കുഴി എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന മനുഷ്യന് സ്വന്തം കഴിവുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ശവക്കുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അവൻ്റെ കഴിവുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുകയില്ല. ആ അവസ്ഥയ്ക്കാണ് ശവക്കുഴി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ നന്നാക്കാൻ പറ്റുമോ? അതിന് ദുഷ്ടത മാറ്റിയെടുക്കാൻ പറ്റുമോ? അതിൻ്റെ കാപട്യം മാറ്റാൻ പറ്റുമോ? അതിൻ്റെ കൗശലം മാറ്റാൻ പറ്റുമോ? സാധിക്കില്ല സഹോദര, സാധിക്കില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത നീ ഒരു ശവക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയാണ്. മറ്റൊന്നാണ് വഴുവഴുപ്പുള്ളതായ ഒരു പേഴ്സണാലിറ്റി. പുറമേ നല്ല മാന്യതയുണ്ട്, നല്ല വസ്ത്രധാരണമുണ്ട്, പക്ഷേ ആൾ വഴുവഴുപ്പുള്ളവനാണ്. വിശ്വസ്തതയില്ല. വിശ്വസ്തതയില്ലാത്ത മനുഷ്യൻ, ഒഴുക്കിനെ തൊഴുകുന്ന മനുഷ്യൻ, ഒഴുക്കിനെതിരെയല്ല ഒഴുക്കിനെ തൊഴുതും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഏത് തിന്മയും ഏത് സമയത്തും പുറത്തേക്ക് വരാം. അപ്രകാരം ശവക്കുഴിയുടെ അനുഭവത്തിൽ കിടക്കുന്ന മനുഷ്യനുണ്ട്. മനുഷ്യൻ കിടക്കുന്ന ശവക്കുഴിയുടെ പേരുകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ചിലതെല്ലാം ദുഷ്ടഹൃദയം, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. വഴിപാട് കഴിച്ചാലും കൊള്ളാം, നേർച്ച കഴിച്ചാലും കൊള്ളാം, പെരുന്നാളേറ്റ് കഴിക്കാം, ഏതെങ്കിലും പ്രാർത്ഥനയോഗത്തിന് പോകാം, പക്ഷേ ദുഷ്ടഹൃദയം മാറിക്കിട്ടില്ല. ദുഷ്ടഹൃദയം മാറിക്കിട്ടില്ല. പേഴ്സണാലിറ്റി മാറിക്കിട്ടില്ല. വിശ്വസ്തത അവിശ്വസ്തത വിശ്വസ്തതയായിട്ട് മാറില്ല. വിറ്റുകളയുന്ന മനുഷ്യൻ, തന്നെത്താൻ വിറ്റുകളയുന്ന മനുഷ്യൻ, ഇതാണ് മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാമാണ് മനുഷ്യൻ്റെ ശവക്കുഴി എന്ന് പറയുന്നത്. മറ്റൊന്നുണ്ട്, നമ്മുടെ മാറാ രോഗങ്ങൾ. നാം വിചാരിച്ചാൽ മാറുമോ? നാം വിചാരിച്ചാൽ, ഡോക്ടർമാർ വിചാരിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുമോ? അതുപോലെ തന്നെ പലപ്പോഴും ദാരിദ്ര്യം, അതൊരു ശവക്കുഴിയുടെ അനുഭവം പോലെയാണ്. അധ്വാനിക്കാവുന്ന പരമാവധി അധ്വാനിക്കുന്നു, കയറിപ്പോരാൻ സാധിക്കുന്നില്ല, കയറിപ്പോരാൻ സാധിക്കുന്നില്ല. ശവക്കുഴിയിൽ കിടക്കുന്ന അനുഭവം. രോഗം മാറുന്നില്ല, ദാരിദ്ര്യം മാറുന്നില്ല, കുടുംബത്തിലെ ഭിന്നത മാറുന്നില്ല. എന്നാൽ ആ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ ജീവനുള്ള ദൈവത്തിന് പറയുന്നു, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളതിൽ നിന്ന് കയറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കയറ്റുവാൻ യേശുവുണ്ട്. ഈ ലോകത്തിലെ ശവക്കുഴിയിൽ കിടക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദുഷ്ടഹൃദയത്തോടെ ജീവിക്കുന്ന സഹോദര, നിൻ്റെ ഹൃദയം മാറ്റാൻ യേശുവുണ്ട്. വഴുവഴുപ്പുള്ള നിൻ്റെ വ്യക്തിത്വത്തെ പക്വതയുള്ളതാക്കുവാൻ, പാവനത്വമുള്ളതാക്കുവാൻ, വിശുദ്ധിയുള്ളതാക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിൻ്റെ മാറാ രോഗത്തെ മാറ്റാൻ യേശുവിന് കഴിയും. നിൻ്റെ ഒരിക്കലും മാറാത്ത ദാരിദ്ര്യത്തെ ഐശ്വര്യമുള്ളതാക്കാൻ യേശുവിന് കഴിയും. ഇന്ന് കടം മേടിക്കുന്നതിനെ കടം കൊടുക്കുന്നവനാക്കാൻ യേശുവിന് കഴിയും. ശവക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷിക്കാനാണ് യേശു കാൽവരിയിൽ മരിച്ചത്. അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ രക്തം ചിന്തിയത്. സഹോദര, നീ ഇനി ശവക്കുഴിയിൽ കിടക്കേണ്ടവനല്ല. നിന്നെ കയറ്റുവാൻ യേശുവിൻ്റെ വചനമുണ്ട്. ആ വചനത്താൽ നിനക്ക് ഉയർച്ചയുണ്ട്. ആ വചനം കരം പിടിക്കുന്ന വചനമാണ്. ആ വചനം ജീവൻ തരുന്ന വചനമാണ്. ആ വചനമാണ് ദൈവം നിനക്ക് അയച്ചു തരുന്നത്. ശവക്കുഴിയിൽ കിടന്ന് വലയണ്ട, ദുഷ്ടഹൃദയത്തോടെ വലയണ്ട. അതിന് പകരം ഒരു സമാധാനമുള്ള ഹൃദയം കിട്ടും. നിൻ്റെ വ്യക്തിത്വം നന്നാകും, നിൻ്റെ രോഗം മാറും, നിൻ്റെ കഷ്ടം മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയും, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അപ്പോസ്തലന്മാരെ ഒന്ന് ഊതിയെന്ന്. അവരുടെ മേൽ അവൻ ഊതി, അവരുടെ മേൽ അവനൊന്നൂതി. എന്താണ് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ? അവർക്ക് ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു താല്പര്യമുണ്ടായി. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പിന്നെയും കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായി. ക്രിസ്തുവിൻ്റെ ആശ്വാസം അവരിലേക്ക് ലഭിച്ചപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായി. ഞാനിവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ദൈവം ശ്വാസം പകർന്നു, ജീവൻ തന്നു. ജീവനുള്ള ദൈവം കൊടുങ്കാറ്റ് പോലെ വചനം തന്നു, ശവക്കുഴി തുറന്നു. ജീവനുള്ള ദൈവം അവരുടെ മേലൊന്നൂതി. അവർ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ മനസ്സുള്ളവരായി തീർന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, ശ്വാസമാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്
നാം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം. യു ലീവ് ഓൺലി വൺസ്. ഒറ്റ പ്രാവശ്യത്തെ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ പണിതെടുക്കട്ടെ. നമുക്ക് ധൈര്യമായി നിൽക്കാം, നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം, കർത്താവിൻ്റെ മുമ്പിലേക്ക് വരാം, സമർപ്പണമെടുക്കാം. യേശുവേ, ഞാനിതാ കടന്നു വരുന്നു. നസ്രായനായ യേശുവേ, എൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി യേശുവേ, എനിക്ക് ഇനിയും ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അന്ന് അപ്പോസ്തലന്മാരുടെ മേൽ ഊതിയതുപോലെ എൻ്റെ മേലും ജീവൻ പകരണമേ. എൻ്റെ ശവക്കുഴിയിൽ നിന്ന്, എൻ്റെ നിരാശക്കുഴിയിൽ നിന്ന്, എൻ്റെ ദുഷ്ടഹൃദയത്തിൽ നിന്ന്, ഈ രോഗക്കടക്കയിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.